ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയേഷിന്റെ കരണം നോക്കി ഭാവന ഒന്നങ്ങ് പൊട്ടിക്കാണ്. എന്നിട്ട് പറയണേ, നീ ആരെന്നെ ആടാ വരുത്തൻ എന്ന് പറഞ്ഞത്? ഞങ്ങളെ എല്ലാവരെക്കാളും അധികാരവും അവകാശവും ഞങ്ങളുടെ വീട്ടിൽ സൂര്യക്കുണ്ട്. അവിടെ സൂര്യക്ക് നീ വിലയിടാൻ വരണ്ട. ഓഹോ, അങ്ങനെയാണല്ലേ, എങ്കിൽ ഭാനുവിനെ കൂടി അവനെ കെട്ടിച്ചു കൊടുത്തേക്ക് എന്നെ പറഞ്ഞതോടുകൂടി ഭാവനയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, ഇത്രയ്ക്ക് തരം താഴ്ന്നവനാണോ എന്നങ്ങ് ചോദിച്ചിട്ട് ഭാവന നന്നായിട്ട് തന്നെ ജയേഷിനെ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ സൂര്യക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഭാവനയുടെ കയ്യിൽ നിന്നും അടി കിട്ടിയതോടുകൂടി ജയേഷ് നേരെ പോയി വീഴുകയാണ്. എന്നിട്ട് പൊതിരെ ഭാവന അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എടി എന്ന് പറഞ്ഞ് ഭാവനയെ അടിക്കാൻ വേണ്ടി ജയേഷ് കൈ ഓങ്ങിയതോടുകൂടി സൂര്യ ജയേഷിനെ കഴുത്തിനങ്ങ് കയറി പിടിച്ച് നന്നായിട്ട് തന്നെ പൊട്ടിക്കുകയാണ്. ഭാവന സൂര്യയെ തടയുകയാണ്. ഇനി തല്ലണ്ട സൂര്യ, ഇവനെ ഇനി തല്ലിയാൽ ഇവൻ ചത്തുപോകും. ഇന്നിൽ അല്പം നന്മയുണ്ടെന്ന് കരുതിയിട്ടാണ് നിന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നത്. പക്ഷേ നിന്റെ മനസ്സ് ഇത്ര വൃത്തികെട്ടതാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഭാനുവിന്റെ ഇഷ്ടം നടന്നോട്ടെ എന്ന് കരുതി നല്ല മനസ്സോടെയാണ് നിന്നെ കണ്ട് സംസാരിക്കാൻ വന്നതും ഇക്കാര്യം പറഞ്ഞതും. പക്ഷേ നിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നീ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഒരുപക്ഷെ ദൈവം തന്നെ നിന്റെ സ്വഭാവം ഞങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാവും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരുക്കിയത് തന്നെ. ഇനി ഞങ്ങൾ ഭാനുവിനെ നിനക്ക് തരില്ല. ഇത്രയ്ക്ക് വൃത്തികെട്ട ചിന്താഗതിയോട് കൂടി ജീവിക്കുന്ന എനിക്ക് തരാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഭാനുവിനെ വളർത്തി വലുതാക്കിയത്. അത് ഭാനു തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ ഭാനുവിന്റെ തീരുമാനം ഞങ്ങൾ തീരുമാനിക്കുന്നത് തന്നെയാണ് ഭാനുവിന്റെയും തീരുമാനം. ഇതോടുകൂടി ഇനിയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞങ്ങൾ അവസാനിപ്പിച്ചു. നിന്റെ അച്ഛനോട് ചെന്ന് പറ, ഈ വിവാഹം ഒരിക്കലും നടക്കില്ലെന്ന്. അത് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ആലോചിക്കാനില്ല. ജോലിയും കൂലിയും ഇല്ലാത്തവന് കല്യാണം കഴിച്ചു കൊടുത്താൽ പോലും നിനക്ക് ഞങ്ങൾ ഭാനുവിനെ തരില്ല. സൂര്യ പറഞ്ഞപ്പോ എങ്കിൽ നിങ്ങൾ ഇനി ദുഃഖിക്കേണ്ടി വരും. അവനേച്ചി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയേക്ക്, അല്ലെങ്കിൽ ജയേഷ് ആരാണെന്നുള്ളത് നിങ്ങൾ അറിയുമെന്ന് പറയുമ്പോൾ സൂര്യ പറയാണ്, അതൊന്നും അറിയാനില്ലടാ. എന്ത് വന്നാലും ശരി, നിനക്ക് ഒരിക്കലും ഭാനുവിനെ ഇനി ഞങ്ങൾ തരില്ല എന്ന് സൂര്യ പറയും. ജയേഷ് വെല്ലുവിളി നടത്താൻ കേട്ടോ. എന്നെ തല്ലിയതിനും ഇപ്പൊ എന്നോട് ഈ കാണിച്ചതിനും എല്ലാം നിങ്ങളെ കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കും. ഭാനുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടി നിങ്ങൾ എന്റെ പിറകെ യാചിച്ചു നടക്കും. കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ജയേഷ് വെല്ലുവിളിക്കുമ്പോൾ സൂര്യ പറയണേ, നീ ഇനി ഒരക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നാവുണ്ടാവില്ല. വേണ്ട സൂര്യ, ഇനി നമുക്ക് ഇവനോട് സംസാരിക്കേണ്ട. ഇനി നമ്മൾ ഇവനോട് സംസാരിച്ചാൽ നമ്മളിൽ ഒരാൾ ജയിലിൽ പോവേണ്ടി വരും. ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് പറയുമ്പോൾ ജയേഷ് പറയണ, അത് നിങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയോ? ഇനി എന്താ വേണ്ടെന്നുള്ളത് എനിക്കറിയാം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് പോകുമ്പോൾ ജയേഷ് വീണ്ടും സൂര്യയുടെ മുഖത്ത് നോക്കി പറയണ, ഹെഡോ, ഞാൻ ആരാണെന്നുള്ളത് നിന്നെ ഞാൻ കാണിച്ചു തരാം പറഞ്ഞ് ജയേഷ് പോവുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യ ഭാവനയോട് പറയണേ, ഇവൻ പക്ക ഫ്രോഡാണ് ഭാവന. അപ്പോ ഭാവന പറയണേ, സൂര്യ ഇവനെ നന്നായിട്ട് തന്നെ പേടിക്കണം. ഭാനുവിനെ ട്രാപ്പിലാക്കുമെന്ന് തോന്നുന്നു. അതിലൊരു സംശയവും വേണ്ട ഭാവന. ഒന്നെങ്കിൽ ഇവന് കുടുംബ പക, അല്ലെങ്കിൽ മറ്റെന്തോ ലക്ഷ്യമാണ് ഇവന്റെ മനസ്സിലുള്ളത്. ഏത് വിധേനയും ഇവന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഭാവന പറയണേ, അതിന്റെ മുന്നേ ഭാനുവിനോട് നമുക്ക് എല്ലാ കാര്യവും പറയണം. പിന്നെ ഇവൻ പറഞ്ഞതെല്ലാം തന്നെ നമുക്ക് വീട്ടിൽ പറയേണ്ട സൂര്യ. കാരണം ഇവൻ പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുന്നത് പോലെയാവില്ല. വീട്ടിലുള്ളവർക്കൊക്കെ നല്ല ടെൻഷൻ ആവും എന്നും പറഞ്ഞ് ഭാവനയും സൂര്യയും വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ സൂര്യ നേരെ ഓഫീസിലേക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് അവിടേക്ക് പോവുകയാണ്. അങ്ങനെ ഭാവന തനിച്ചാണ് വീട്ടിലേക്ക് പോകുന്നത്. ഈ സമയം ജയേഷ് വീട്ടിലെത്തിയ ശേഷം മോഹനനോടും അമ്മയോടും എല്ലാ കാര്യവും പറയാൻ കേട്ടോ. മോഹനൻ പറയാണ്, പെണ്ണിന്റെ രൂപവും ആണിന്റെ ധൈര്യവുമുള്ള ഭാവനയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അവളെക്കുറിച്ച് നമ്മളൊക്കെ അറിഞ്ഞത് ശരിയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, അവൾക്ക് അവളുടെ ശീലം നേരെ വാ നേരെ പോ എന്നുള്ളതാണ് അവളുടെ സ്വഭാവം. പിന്നെ ഇവൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ എന്ന് പറയുമ്പോൾ അതിന്റെ ആയിട്ടല്ലേ ഇവനിപ്പോ അവളുടെ കയ്യിൽ നിന്നും തല്ലും വാങ്ങി വന്നിരിക്കുന്നത്. അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് മോഹന എന്നും വിളിച്ചും കൊണ്ട് മോഹനന്റെ അമ്മ ഒരു വീൽ ചെയറിൽ അങ്ങ് ഉന്തിം കൊണ്ട് വരികയാണ്. എന്താ ജയേഷ് നീ പറഞ്ഞത്? ഭാവന നിന്നെ തല്ലിയെന്ന്? എന്തിനാണ് നിന്നെ അവൾ തല്ലിയത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ചോദിച്ച സ്ത്രീധനം കുറഞ്ഞു പോയി എന്ന് ഞാൻ പറഞ്ഞതിന് ഞാൻ അതിലും കൂടുതലാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഭാവനേച്ചിയുടെ ഭർത്താവ് സൂര്യ എന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്തു. മോഹനനോട് അമ്മ ചൂടാവുകയാണ് കേട്ടോ. എന്തിനാടാ നീ ഇവനെ പറഞ്ഞയച്ചത്? കണ്ടവരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ സമാധാനപ്പെട്, ഒരു കഴുക്കിന് ഭാവന ഇവനെ തല്ലിയത് നന്നായുള്ളൂ. എന്നാലേ ഇതിനി ഒരു ചൂടടി ഉണ്ടാവുകയുള്ളൂ. ഇനി എന്താണ് വേണ്ടത് എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അറിയാനൊന്നുമില്ല മോഹനേട്ടാ, അവർ ഈ ബന്ധം വേണ്ടാന്ന് വെക്കും എന്ന് പറയുമ്പോൾ ജയേഷ് പറയണ, അവർ വേണ്ടാന്ന് വെക്കട്ടെ അമ്മ, അവരങ്ങനെ തീരുമാനിക്കട്ടെ അമ്മേ. എന്നാലല്ലേ ഭാനു എന്നെ തേടി ഇവിടേക്ക് വരികയുള്ളൂ. മുത്തശ്ശി ചോദിക്കുകയാണ്, ഇവൻ പറയുന്നത് വല്ലതും നടക്കൂടാ എന്ന് ചോദിക്കുമ്പോൾ അല്ല, അവൻ അത്ര ഉറച്ച വിശ്വാസത്തോടു കൂടി പറയുകയല്ലേ. എന്തായാലും നമുക്ക് നോക്കാം. എന്റെ മോനെ തല്ലിയതിന് ഈ സ്പോട്ടിൽ തന്നെ എനിക്ക് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല എന്ന് പറയാട്ടോ. അപ്പോ മുത്തശ്ശി പറയാണ്ട്, നിന്റെ അമ്മ തോറ്റുപോയതുപോലെ നീ തോൽക്കരുത്. ആ ഗായത്രിയെ എനിക്കൊന്ന് നേരിട്ട് കാണണം. അമ്മ ഒന്ന് സമാധാനപ്പെട്, ഞാൻ അവരെ ഇവിടേക്ക് കൊണ്ടുവരും. അതിന്റെ മുന്നേ എനിക്ക് 2-3 കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. എന്നിട്ട് ജയേഷിനോട് പറയണേ, നീ അവളോട് ഒന്ന് ഫോണിൽ പോലും സംസാരിക്കരുത്. ഞാൻ
പറയുന്നത് വരെ നീ വിളിക്കുക പോലും ചെയ്യരുത്. ഇപ്പോ അവിടെ വീട്ടിലെത്തി അവൾ എല്ലാവരോടും ഭാവന എല്ലാവരോടും ഇക്കാര്യം പറയുന്നുണ്ടാവും. എന്നിട്ട് മുത്തശ്ശി പറയണേ, എന്റെ കൊച്ചുമോനെ തല്ലിയവൾ മുട്ടുകാലിൽ എഴയുന്നത് എനിക്ക് കാണണം എന്ന് പകയോട് കൂടിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. പിന്നീട് ഗായത്രിയും ജാനകിയും കൂടി സംസാരിക്കുകയാണ്. ഭാനുവിന്റെ ഇഷ്ടം പോലെ തന്നെ ഈ കല്യാണം നടന്നോട്ടെ, മോഹനനോടുള്ള നിന്റെ മനസ്സിലെ വെറുപ്പൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്ക് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഏട്ടത്തി ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ എല്ലാം മറക്കാൻ തയ്യാറാണ്. എന്റെ മക്കളുടെ സന്തോഷം അതാണ് എനിക്ക് പ്രധാനപ്പെട്ടത്. എന്തായാലും ഭാവനയും സൂര്യയും വരട്ടെ, എന്നിട്ട് എന്താണ് ഉണ്ടായത് അറിയാലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് ഭാവന അവിടേക്ക് വരുന്നത്. അപ്പോൾ ഭാവന അവിടെ വരുന്നത് ആരും തന്നെ അറിയുന്നില്ല കേട്ടോ. എല്ലാവരും കിച്ചണിലും റൂമിലും ഒക്കെ ആയിരിക്കും. അങ്ങനെ ഭാവന ആരോടും ഒന്നും മിണ്ടാതെ സോഫയിൽ പോയിരിക്കുകയാണ്. അപ്പോഴാണ് മായ അവിടെ നിന്നും പോകുന്നത്. അപ്പോൾ മായ നോക്കുന്ന സമയത്ത് ഭാവന അവിടെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ, എന്താ ഭാവന നീ എപ്പോഴാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, മായേച്ചി ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും മായ ഗായത്രി ജാനകിയൊക്കെ വിളിക്കുകയാണ്. അരുന്ധതിയും വല്യച്ഛനും സേതു ഒക്കെ അവിടെ വരികയാണ്. എന്നിട്ട് ജാനകി ചോദിക്കാൻ, എന്തായി മോളെ കാര്യങ്ങളൊക്കെ, എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അവന് ഒന്നും മിണ്ടാതെ വിഷമത്തോടു കൂടി നിൽക്കാണ്ട്. അപ്പോൾ ഗായത്രി ചോദിക്കുകയാണ്, എന്താണ് ജയേഷ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അമ്മേ ഈ കല്യാണം ഒരിക്കലും നടക്കില്ല അമ്മേ എന്നങ്ങ് പറഞ്ഞതോട് കൂടിയിട്ടാണ് കേട്ടോ ഭാനു അത് കേട്ടും കൊണ്ട് വരുന്നത്. അപ്പോൾ ഭാനുവിന് പെട്ടെന്ന് അങ്ങ് ഷോക്കാവുകയാണ്. അങ്ങനെ ഭാനു അവർ സംസാരിക്കുന്നത് അവിടെ നിന്നിങ്ങനെ കേൾക്കുകയാണ്. എന്നിട്ട് ഭാവന വിശദമായിട്ട് തന്നെ പറയുകയാണ്, നമ്മൾ ആരും കരുതുന്നത് പോലെയല്ല അമ്മേ ജയേഷ്, അവനൊരു വൃത്തികെട്ട സ്വഭാവമുള്ളവനാണെന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും ഭാനു അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഭാനു ചോദിക്കുകയാണ്, എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവന്റെ സംസാരത്തിൽ നിന്നും, നിനക്കല്ല മോളെ അവന് മൂല്യം കൽപ്പിക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന ധനത്തിനാണ്. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അവൻ പരിഹാസത്തോട് കൂടിയിട്ടാണ് സംസാരിച്ചത്. അച്ഛൻ ചോദിച്ച സ്ത്രീധനമൊന്നുമല്ല, അതിലും കൂടുതൽ എനിക്ക് കിട്ടുമെന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞതെല്ലാം തന്നെ എനിക്കിവിടെ പറയാൻ പറ്റില്ല ഭാനു എന്ന് പറഞ്ഞപ്പോൾ ഭാനുവിന് അങ്ങ് സങ്കടം വരാൻ കേട്ടോ. എന്നിട്ട് ഇത് പറയണേ, എങ്കിൽ ഇത് വിട്ടേക്ക് ഭാവന, കാരണം അവന് കൊടുക്കാനുള്ള പെണ്ണ് ഇവിടെ ഇല്ല. അവന് സ്വത്തുക്കളല്ലേ വേണ്ടത്, അപ്പോൾ അവന് കൊടുക്കാൻ ഇവിടെ ഒരു പെണ്ണുമില്ല. ഭാവന പറയണേ, ഇത് അച്ഛനും മോനും കൂടി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവന് ആ മോഹനനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാനും അവന്റെ അമ്മയും എത്രമാത്രം അധികം പകയോട് കൂടിയിട്ടാണ് എന്നോടുള്ള പക തീർക്കാനാണ് അവർ ഓരോന്നും ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യമേ ഇതിന് തടസ്സം പറഞ്ഞത് എന്ന് ഗായത്രി പറയട്ടെ. അവനോട് എന്ത് പറയണമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അത്രയ്ക്ക് നിലവാരമില്ലാത്ത സംസാരമായിരുന്നു. എന്നോടും സൂര്യയോടും അത്രയ്ക്ക് മോശമായിട്ടാണ് അവൻ സംസാരിച്ചത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഭാനു പറയണേ, എന്താ ചേച്ചിക്ക് കൈയില്ലായിരുന്നു, അവന്റെ മുഖം അടിച്ചു പൊട്ടിക്കായിരുന്നില്ലേ, ചേച്ചിയെയും ചേട്ടനെയും അധിക്ഷേപിക്കാൻ അവൻ ആരാന്ന് പറഞ്ഞതോടുകൂടി ഭാവനയടക്കം എല്ലാവരും അങ്ങ് അതിശയിച്ചു പോവുകയാണ്. ഭാനു എന്നങ്ങ് പറഞ്ഞ് ഭാവന വിളിക്കുമ്പോൾ, അതെ ചേച്ചി ഞാൻ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്, എന്നെക്കാളും വലുത് അവന് എന്റെ പണമാണെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് അവനെ വേണ്ടത്, എന്റെ ചേച്ചിയോട് ധിക്കാരം കാണിക്കാൻ മാത്രം അവൻ വളർന്നിട്ടില്ല. ഭാനുവിന്റെ ആ മറുപടി കേട്ടപ്പോൾ ഗായത്രിക്കും ഭാവനയ്ക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. എന്നിട്ട് ഭാവന ഭാനുവിനെ ചേർത്ത് പിടിച്ച് അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് ഗായത്രിയും ഭാനുവിനെ ചേർത്ത് പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ്. മതി ചേച്ചി, ഈ ആലോചന ഇവിടെ അവസാനിക്കട്ടെ, ഇനി അവനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് എനിക്കറിയാം. മതി മോളെ, നിന്റെ ഈ തീരുമാനം മാത്രം മതി ഈ ചേച്ചിക്ക്, ഇനി എന്താണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ, നീ ഇനി അവനെ കാണാതിരുന്നാൽ മതി എന്ന് പറയട്ടോ. അപ്പോൾ എന്തിനാണ് ഞാൻ അവനെ കാണാതിരിക്കാനും അവനെ പേടിക്കുകയും ചെയ്യേണ്ടത്, എന്നെ ഇഷ്ടമാണെന്ന് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അവനൊരു മാനനാണെന്നാണ് കരുതിയത്. അപ്പോൾ ജാനകി പറയണേ, പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം, ഇങ്ങനെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം, അങ്ങനെ ആവുമ്പോൾ അവനെ പോലെയുള്ളവരൊക്കെ മുട്ടുമടക്കിക്കോളൂ. വിജയപത്മം പറയണ, അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ, അത് തന്നെയാണ് എന്റെയും തീരുമാനം വല്യച്ച എന്ന് സേതു പറയും. അവന്റെ കയ്യും കാലും തല്ലി ഒടിക്കണം എന്ന് പറയുമ്പോൾ ഗായത്രി പറയണേ, എന്നിട്ട് വേണം നിന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി ഈ പെണ്ണ് തന്നെ ഓടി നടക്കേണ്ടത്, ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ പറയണ, അങ്ങനെയാണെങ്കിലും അവനെ വെറുതെ വിടരുത്, ഭരത്തേട്ടൻ വരട്ടെ എന്നിട്ട് പറയാം, അതൊന്നും വേണ്ട, എന്തായാലും അവന്റെ ഇനി അടുത്ത നീക്കം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം, എന്തായാലും ഇക്കാര്യം ഇപ്പോ അവന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവും. വിജയപത്മൻ പറയണേ, ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഭാവന, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ അവൻ ഇപ്പോ നമ്മളെ തേടി വരേണ്ടതില്ലല്ലോ. ഭാവന പറയണേ, വല്യച്ഛൻ പറഞ്ഞത് ശരിയാണ്, ഒന്നല്ലെങ്കിൽ അവന് അമ്മയോടുള്ള പകപോക്കൽ, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു ലക്ഷ്യമുണ്ട്, എന്തായാലും നമുക്കത് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ ഗായത്രി പറയണേ, വിട്ടേക്ക് മോളെ, ഇതോടുകൂടി ഇത് അവസാനിച്ചു. ഭാനു പറയണേ, ചേച്ചി ഇത് ഇവിടെ അവസാനിച്ചു, എനിക്ക് ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് ഭാനു അകത്തേക്ക് പോവാണ്. പിന്നീട് ഭാനു ജയേഷിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. എന്നിട്ട് ജയേഷിന്റെ മുന്നിൽ വെച്ച് അവൻ കൊടുത്ത ഓരോ സാധനങ്ങളും വലിച്ചെറിഞ്ഞു പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജയേഷ് അഭിനയിച്ചുകൊണ്ട് ഭാനുവിനോട് പറയണേ, എന്താ ഭാനു നീ കാണിക്കുന്നത്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, അവർ പറഞ്ഞതൊന്നും നീ വിശ്വസിക്കരുത്, എന്നെയും നിന്നെയും പിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇല്ലാത്ത കാര്യം പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ഭാനു പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അടുത്ത എപ്പിസോഡില് ഭാനുവിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ജയേഷ് അഭിനയിച്ചുകൊണ്ട് ഭാനുവിനോട് പറയണേ, ഞാൻ അങ്ങനെയൊന്നും അവരോട് പറഞ്ഞിട്ടില്ല,
കാര്യമല്ല, അതെല്ലാം നമ്മളെ തമ്മിൽ തെറ്റിപ്പിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഭാനു പറയണേ, നീ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ എൻ്റെ ഭാവനേച്ചിയെയും സൂര്യേട്ടനെയും അവിശ്വസിക്കില്ല. അവർ എന്നോട് കള്ളം പറയില്ല, അവർ എന്നോട് സത്യം മാത്രമാണ് പറയുക. നീയാണ് എന്നെ പറ്റിച്ചതും ചതിച്ചതും എന്ന് പറയട്ടോ. അങ്ങനെ ഭാനുവിൻ്റെ മുന്നിൽ ജയേഷിൻ്റെ ഒരു അഭിനയവും നടക്കാതെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ജയേഷ് അടുത്ത അടവെടുക്കുകയാണ്. എന്നിട്ട് ജയേഷിൻ്റെ യഥാർത്ഥ സ്വഭാവം ഭാനുവിൻ്റെ മുന്നിൽ അങ്ങ് കാണിക്കാൻ കേട്ടോ. അതോടുകൂടി ഭാനു അങ്ങ് പേടിച്ചു പോവുകയാണ്. അങ്ങനെ ജയേഷ് പറയണേ, നീ എന്നോടങ്ങനെ കളിക്കാനൊന്നും നിൽക്കണ്ട. നിന്റെ എല്ലാ തരത്തിലുള്ള വീഡിയോസുകളും എൻ്റെ കയ്യിലുണ്ട്. അതെങ്ങാനും ഞാൻ നെറ്റിലിടുകയാണെങ്കിൽ നിന്റെ ജീവിതം അതോടുകൂടി തകരും. നിന്റെ വീട്ടുകാരും എല്ലാവരും ആകെ നാണം കെട്ടു നിൽക്കും എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഭാനു ആകങ്ങ് ഷോക്കാവുകയാണ്. അങ്ങനെ ജയേഷ് പറഞ്ഞ ആ വാക്കുകൾ സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. ജയേഷ് എല്ലാ തരത്തിലുള്ള വീഡിയോസും ഭാനുവിൻ്റെ മോശമായ വീഡിയോസ് അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി ഭാനു ആകെ തകർന്നു പോവുകയാണ്. അങ്ങനെ ഭാനു വീട്ടിലെത്തിയ ശേഷം ആരോടും ഇക്കാര്യം പറയാതെ ഭാനു ആത്മഹത്യ ചെയ്യാൻ ഭാനുവിൻ്റെ റൂമിലേക്ക് ഗായത്രി ചെല്ലുന്ന സമയത്ത് ഭാനു കസേരയിൽ ഇരിക്കുന്നതാണ് ഗായത്രി കാണുന്നത്. അങ്ങനെ ഭാനു അവിടെ ഇരിക്കുകയാണെന്ന് കരുതിയിട്ട് ഗായത്രി അടുത്തേക്ക് ചെന്നിട്ടാണ് കേട്ടോ ഭാനുവിനെ തട്ടി വിളിക്കുമ്പോഴാണ് ഭാനുവിൻ്റെ വായിൽ നിന്നും നൊരയും പതയും ഒക്കെ വന്നിട്ടുണ്ടാവും. അതോടുകൂടി ഗായത്രി അലറി വിളിക്കാണ്. അപ്പോൾ ഭാവനയും മായയും സേതു ഒക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാവും. അങ്ങനെ അമ്മയുടെ പന്തിയില്ലാത്ത വിളി കാണുന്ന സമയത്ത്, കരച്ചിലോടുകൂടിയുള്ള വിളി കാണുന്ന സമയത്ത് ഭാവനയും സേതുവും മായയൊക്കെ ഓടി ചെല്ലുകയാണ്. അപ്പോഴാണ് ഭാനു ഇക്കാര്യം ചെയ്തത് അവർ കാണുന്നത്. അങ്ങനെ ഭാനുവിനെ എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വലിയച്ഛനെയും വലിയമ്മയും കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ എത്തുകയാണ്. എന്നിട്ട് ഐസിയുലായ ഭാനുവിനെ കുറിച്ച് ഡോക്ടർ പറയുകയാണ് കുറച്ച് സീരിയസ് ആണെന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഭാനു ഐസിയിൽ കിടക്കുന്ന സമയത്ത് സേതു പറയണം, മായയോട് ഇതങ്ങനെ നിസാരമായി കാണാനൊന്നും കഴിയില്ല. നമ്മളറിയാത്ത എന്തോ പ്രശ്നം ഭാനുവിൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തിട്ടുള്ളത് എന്ന് പറയട്ടോ.